ചെമ്പരത്തിപ്പൂവ് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ വീടിന്റെ ഉമ്മർത്തിരുന്ന് രേവതി വളരെയധികം ശ്രദ്ധയോടെ പൂവ് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. കൂടെയുള്ള ചേച്ചിയോട് വിശേഷങ്ങളൊക്കെ പങ്കുവെക്കുന്നതിനിടയിൽ തന്നെ രേവതിന്റെ ഉള്ളിൽ അനുജത്തി ദേവുവിനെ കുറിച്ചിട്ടുള്ള ആദിയാണ്. ദേവു ഇന്റർവ്യൂവിന് പോയിട്ട് കുറേ നേരമായല്ലോ, ഇതുവരെ ഒരു വിവരവും കണ്ടില്ലല്ലോ എന്നോർത്തുകൊണ്ട് തന്നെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. അപ്പോൾ അന്നേരത്താണ് രേവതിയുടെ ഫോണ് ബെല്ലടിക്കുന്നത്. ഫോണിൽ ദേവുവിൻ്റെ പേര് കണ്ടതും ആവേശത്തോടെ ഫോണെടുത്ത് രേവതി ചോദിച്ചു, എടി മോളെ, ജോലിയൊക്കെ കിട്ടിയോ എന്ന്. അപ്പുറത്തുനിന്ന് ദേവുവിൻ്റെ സന്തോഷം തുള്ളിത്തുളുമ്പുന്ന ആ ഒരു മറുപടി വന്നു. ചേച്ചി, എനിക്ക് ജോലി കിട്ടി. 6 മാസത്തെ ട്രെയിനിങ് കഴിഞ്ഞാൽ അവരെന്നെ പെർമനൻ്റ് ആക്കും. അങ്ങനെ ദേവു സന്തോഷത്തോടെ പറഞ്ഞു. സന്തോഷം സഹിക്കവയ്യാതെ രേവതിയുടെ കണ്ണുകളെല്ലാം നിറഞ്ഞുപോയി. നാളെ തന്നെ ജോയിൻ ചെയ്യണമെന്ന് ദേവു പറഞ്ഞപ്പോൾ ഈ വിവരം കേട്ട് പറഞ്ഞോ എന്നായി രേവതിയുടെ ചോദ്യം. ഇല്ല, ഇനിയിപ്പോൾ വീട്ടിൽ പോയിട്ട് അമ്മയോട് പറയണം എന്ന് ദേവു മറുപടി നൽകി. ശരി മോളെ, നീ വീട്ടിൽ പോയിട്ട് കാര്യം പറ, ഞാൻ സച്ചേട്ടനെ വിളിച്ചിട്ട് വിവരം അറിയിക്കാം. ഇത്രയും നേരം ഞാൻ പ്രാർത്ഥനയോടെ ഇരിക്കുകയായിരുന്നു എന്നൊക്കെ രേവതി പറഞ്ഞു. ഫോൺ വെക്കുന്നതിന് മുൻപേ തന്നെ ദേവു ഒരു കാര്യം കൂടി ഓർമ്മിപ്പിച്ചു. ചേച്ചി, ഞാൻ ഹോസ്പിറ്റലിൽ വെച്ച് ശ്രുതിയെ കണ്ടിരുന്നു. എന്തോ മരുന്നൊക്കെ വാങ്ങുന്നുണ്ടായിരുന്നു. മിണ്ടാൻ പോയപ്പോഴേക്കും എന്നെ ഇന്റർവ്യൂവിന് അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോയി സംസാരിക്കാൻ പറ്റിയില്ല. ഇത് കേട്ടതോടുകൂടി തന്നെ രേവതിയുടെ ഉള്ളിൽ ഒരു സംശയം നാമ്പിട്ട്, കുഞ്ഞുങ്ങൾ ഇല്ലാത്തവർക്കുള്ള ഹോസ്പിറ്റലല്ലേ അത്? അവിടെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ടെന്ന് ദേവു പറഞ്ഞതോടുകൂടി തന്നെ ഒരു പക്ഷേ അത് ശ്രുതി ഗർഭിണിയായിരിക്കുമോ എന്നായി രേവതിയുടെ ചിന്ത. കുറച്ച് ദിവസമായി ശ്രുതിയുടെ മുഖം വല്ലാതെ ഇരിക്കുന്നുണ്ടെന്ന് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. എന്തായാലും നല്ലൊരു കാര്യമാവട്ടെ എന്ന് രേവതി സന്തോഷത്തോടെ പറഞ്ഞു. ദേവുവിന് ചെറിയൊരു നീരസം തോന്നാതിരുന്നില്ല. എപ്പോഴും അമ്മായിയമ്മയുടെ കൂടെ നിന്നുകൊണ്ട് തന്നെ രേവതിയെ അപമാനിക്കുന്ന ആളല്ലേ ശ്രുതി? നീ എന്തിനാണ് ഇതിത്ര സന്തോഷിക്കുന്നത് എന്നവൾ ചോദിച്ചു. എന്നാൽ വിശാല മനസ്കയായ രേവതിക്ക് അതൊന്നും തന്നെ ഒരു പ്രശ്നമായിരുന്നില്ല. ആരെ അപമാനിച്ചാലും ശ്രുതി ഗർഭിണിയാണെങ്കിൽ അത് നമ്മുടെ കുടുംബത്തിലെ വിശേഷം തന്നെയല്ലേ? ഈ സന്തോഷ വാർത്തയിൽ നമ്മൾ സന്തോഷിച്ചില്ലെങ്കിൽ പിന്നെ ആരാണ് സന്തോഷിക്കുക എന്ന് രേവതി തിരിച്ചു ചോദിച്ചു. ദേവുവിനോട് ജോലിയിൽ ശ്രദ്ധിക്കാൻ പറഞ്ഞുകൊണ്ടതിനെ ഫോൺ വെച്ച് രേവതി കൂടെയുള്ള ചേച്ചിയോട് കാര്യങ്ങളെല്ലാം വിവരിച്ചു. എല്ലാം നിന്റെ കഷ്ടപ്പാടിൻ്റെ ഫലമാണെന്നും ഇനി നിന്റെ അമ്മക്കും ഒരു സമാധാനം കിട്ടുമെന്നും ആ ചേച്ചി ആശ്വസിപ്പിച്ചു. ശ്രുതി ഗർഭിണിയാണെന്ന കാര്യം കൂടി അറിഞ്ഞപ്പോൾ അവർക്കെല്ലാവർക്കും വലിയ സന്തോഷമായി. അന്ന് രാത്രി അടുക്കളയിൽ വെച്ച് രേവതി വലിയൊരു പാത്രത്തിൽ തന്നെ കേസരി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ടേക്ക് വന്ന സച്ചി അത്ഭുതത്തോടെ ചോദിച്ചു, ഇതെന്താ രേവതി പതിവില്ലാതെ കേസരിയൊക്കെ? ദേവുവിന് ജോലി കിട്ടിയതിൻ്റെ ആഘോഷമാണോ എന്ന് ചോദിക്കുമ്പോൾ അതിനൊപ്പം വേറൊരു വിശേഷം കൂടി ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് രേവതി സച്ചിയെ ഹാളിലേക്ക് പറഞ്ഞു വിട്ടു. ഹാളിൽ ചന്ദ്രമതിയും രവീന്ദ്രനും സച്ചിയുമൊക്കെ ഇരിക്കുമ്പോഴാണ് രേവതി കേസരിയുമായി അങ്ങോട്ടേക്ക് എത്തുന്നത്. പതിവില്ലാത്ത ഈ വിഭവം കണ്ടപ്പോൾ ചന്ദ്രമതിക്ക് കലിപ്പ് കയറി. ആർക്കോ ജോലി കിട്ടിയത് എന്തിനാണ് എൻ്റെ വീട്ടിൽ പഞ്ചസാരയും ശർക്കരയും തീർക്കുന്നത് എന്ന് പറഞ്ഞ് ചന്ദ്രമതി രേവതിയെ നല്ലോണം അങ്ങ് വഴക്ക് പറഞ്ഞു. തന്നോട് ചോദിക്കാതെ ഇനി അടുക്കളയിൽ നിന്നും ഒന്നും ഉണ്ടാക്കരുത് എന്നായി ചന്ദ്രമതി. എന്നാൽ രവീന്ദ്രൻ അവളെ സമാധാനിപ്പിക്കാൻ നോക്കി. ഒരു സന്തോഷത്തിന് ഉണ്ടാക്കിയതല്ലേ ചന്ദ്രയെന്ന് ചോദിച്ചപ്പോൾ ദേവുവിന് ജോലി കിട്ടിയത് കൊണ്ട് മാത്രമല്ല ഞാൻ കേസരി ഉണ്ടാക്കിയത്, ശ്രുതിക്ക് വേണ്ടിയിട്ട് കൂടിയാണെന്ന് രേവതി തുറന്നു പറഞ്ഞു. ഇത് കേട്ട് എല്ലാവരും അങ്ങ് ഞെട്ടിപ്പോയി. ശ്രുതി ചോദിക്കുന്നുണ്ട്, എനിക്ക് വേണ്ടിയിട്ടോ? എന്താ രേവതി നീ ഈ പറയുന്നത് എന്ന് ചോദിക്കാണ് ശ്രുതി. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നല്ല കാര്യം സംഭവിക്കാൻ പോവുകയല്ലേ എന്ന് രേവതി തിരിച്ചടിച്ചു. സച്ചി ഇടയ്ക്ക് കയറി ഒരു തമാശ പറഞ്ഞു. പാർലർ ചേട്ടത്തിയുടെ ജീവിതത്തിൽ നല്ല കാര്യമോ? ഇവനെ കിട്ടിയതോടുകൂടി തന്നെ അതെല്ലാം തീർന്നതല്ലേ? രവീന്ദ്രൻ സച്ചിയെ ശാസിച്ച് രേവതിയോട് കാര്യം ചോദിച്ചു. ചന്ദ്രക്കും ആകാംക്ഷ അടക്കാനായില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ശ്രുതി ആദ്യം എന്നോടല്ലേ പറയേണ്ടത് എന്നവൾ ചോദിച്ചു. അവസാനം രേവതി തന്നെ ആ ഒരു ബോംബങ്ങ് പൊട്ടിച്ചു. ശ്രുതി ഒരു അമ്മയാവാൻ പോവുകയല്ലേ, അതുകൊണ്ടാണ് ഞാൻ ഈ കേസരി ഉണ്ടാക്കിയത് എന്ന്. ഇത് കേട്ട വർഷയും ശ്രീകാന്തുമൊക്കെ ഓടിച്ചെന്ന് ശ്രുതിയെ അഭിനന്ദിക്കാൻ തുടങ്ങി. ചന്ദ്രമതിക്ക് ദേഷ്യം സഹിക്കാനായി. രേവതി പറഞ്ഞിട്ടാണോ ഞാൻ ഈ കാര്യം അറിയേണ്ടത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ചന്ദ്രമതി ശ്രുതിയെ ശകാരിക്കാൻ തുടങ്ങി. എന്നാൽ താൻ ഗർഭിണിയല്ല എന്നും തനിക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല എന്നും ശ്രുതി തിരിച്ചു പറഞ്ഞു. രേവതി കള്ളം പറയുകയാണോ എന്ന സംശയമായി എല്ലാവർക്കും. നീ എന്തിനാണ് ഹോസ്പിറ്റലിൽ പോയത് എന്ന് ചോദിച്ചപ്പോൾ അതൊരു ജനറൽ ചെക്കപ്പിന് പോയതാണെന്നും കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷമായിട്ടും കൺസീവ് ആവാത്തത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അറിയാൻ വേണ്ടി പോയതാണെന്നും ശ്രുതി വിശദീകരിച്ചു. രേവതിയുടെ ഈ ഒരു ഫേക്ക് ന്യൂസ് എല്ലാവരെയും നിരാശപ്പെടുത്തി. ഇങ്ങനൊരു കാര്യം ഉറപ്പുവരുത്താതെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയാൻ നിനക്കെങ്ങനെ തോന്നിയെന്ന് ചോദിച്ച് ശ്രുതിയും ചന്ദ്രമതിയും ചേർന്ന് രേവതിയെ വല്ലാതെ അപമാനിച്ചു. സച്ചി രേവതിയെ സപ്പോർട്ട് ചെയ്യാൻ നോക്കിയെങ്കിലും അതൊന്നും നടന്നില്ല. അവസാനം രേവതി പറഞ്ഞു, ദേവു ആ ഹോസ്പിറ്റലിലാണ് ജോലി ചെയ്യുന്നത്. അവളാണ് ശ്രുതിയെ അവിടെ കണ്ട കാര്യം പറഞ്ഞത്. ഇത് കേട്ടതും ശ്രുതിയുടെ ഉള്ളിൽ തീ കോരിയിട്ടതുപോലെയായിരുന്നു. ദേവു അവിടെയാണ് ജോലി ചെയ്യുന്നത് എങ്കിൽ തൻ്റെ മെഡിക്കൽ റിപ്പോർട്ടുകൾ അവൾ കാണുമോ എന്ന ടെൻഷൻ അവൾക്ക് വല്ലാതെയായി. ശ്രുതി ദേഷ്യപ്പെട്ട് അവിടെ നിന്നും പോയി. അന്ന് രാത്രി മുറിയിലെത്തിയ ശ്രുതിയെ ആശ്വസിപ്പിക്കാൻ നോക്കി. രേവതിക്ക് പഠിപ്പില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്ന് ശ്രുതി പറഞ്ഞപ്പോൾ എനിക്ക് അവളോടല്ല, എനിക്ക് എന്നോട് തന്നെയാണ് ദേഷ്യമെന്ന് ശ്രുതി പറഞ്ഞു. നമുക്കൊരു കുഞ്ഞുണ്ടാവാൻ വേണ്ടി ഇത്ര കാലതാമസം വരുന്നത് എന്താണെന്നും
എൻ്റെ സ്വപ്നങ്ങളിൽ എപ്പോഴും കുഞ്ഞുങ്ങളാണെന്നും ശ്രുതി വികാരധീനനായി പറഞ്ഞു. പണമുണ്ടാക്കുന്നതിലാണ് ശ്രുതിയുടെ ശ്രദ്ധ മുഴുവൻ എന്ന് മനസ്സിലാക്കിയ ശ്രുതി അവനെ ബെഡിലിരുത്തിക്കൊണ്ട് പറഞ്ഞു, ശ്രുതി, നമുക്ക് രണ്ടുപേർക്കും കൂടി ഒരു ചെക്കപ്പിന് പോയാലോ എന്ന്. ചെക്കപ്പ് എന്ന് കേട്ടതും ശ്രുതിക്ക് കലിപ്പ് കയറി. എനിക്കൊരു കുഴപ്പമില്ല, നിനക്ക് വേണമെങ്കിൽ നീ പോയിക്കോ, അവൻ തറപ്പിച്ചുകൊണ്ട് പറഞ്ഞു. 50 വയസ്സൊന്നും ആയിട്ടില്ലല്ലോ, ജനിക്കുമ്പോൾ കുഞ്ഞ് ജനിക്കട്ടെ എന്ന് ശ്രുതി പറഞ്ഞുകൊണ്ട് തന്നെ ഒഴിഞ്ഞു മാറി. എന്നാൽ ശ്രുതി ഒട്ടും തന്നെ വിടാൻ ഭാവമില്ലാതെ തന്നെ ചോദിച്ചു, ശ്രുതി, ഇത്രയും കോൺഫിഡൻ്റായി പറയാൻ നീയും നീലിമയും തമ്മിൽ പണ്ട് ലിവിങ് ടുഗദർ ആയിരുന്ന സമയത്ത് അവൾ എന്തെങ്കിലും ഗർഭിണിയായിട്ടുണ്ടോ എന്ന്. എന്നാൽ ആ ഒരു ചോദ്യം കേട്ടതോടുകൂടി തന്നെ ശ്രുതിയുടെ സമനില തെറ്റി ഭിത്തിയിൽ ആഞ്ഞടിച്ചു. ഇത്ര ചീപ്പ് ക്വസ്റ്റ്യനാണ് നീ ഈ ചോദിക്കുന്നതെന്നും തൻ്റെ ഭൂതകാലത്തെക്കുറിച്ച് ഞാൻ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നിന്റെ മറുപടി എന്തായിരിക്കുമെന്ന് ശ്രുതി ദേഷ്യത്തോടു കൂടി തന്നെ ശ്രുതിയോട് ചോദിക്കുകയാണ്. ശ്രുതിയുടെ ആ ഒരു ചോദ്യം കേട്ടതും ശ്രുതിയുടെ ഉള്ളൊന്ന് പിടഞ്ഞു. തൻ്റെ സ്വഭാവത്തെയും പാരമ്പര്യത്തെയും ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള ശ്രുതിയുടെ ആ സംസാരം അവൾക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. മുറിയിലാകെ പെട്ടെന്ന് ഒരു നിശബ്ദത പടർന്നു. ദേഷ്യം കൊണ്ട് വിറച്ചുകൊണ്ട് തന്നെ ശ്രുതിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, ശ്രുതി, നീലിമയുടെ കാര്യം ഞാൻ ചോദിച്ചത് നമ്മൾ തമ്മിൽ ഒരു മെഡിക്കൽ ഇഷ്യൂ അറിയാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ നിന്നെ താഴ്ത്തിക്കെട്ടാനൊന്നുമല്ല. പക്ഷേ നീ ഇപ്പോൾ പറഞ്ഞത് എൻ്റെ അന്തസ്സിനെയാണ്. ശ്രുതി അപ്പോഴും ദേഷ്യം നിയന്ത്രിക്കാനാവാതെ കിതക്കുന്നുണ്ടായിരുന്നു. അവൻ ഒന്നും മിണ്ടാതെ മുറിയിൽ നിന്നും ദേഷ്യപ്പെട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അങ്ങനെ പിറ്റേന്ന് രാവിലെ വീട്ടിലാകെ ഒരു കനം തൂങ്ങിയ അന്തരീക്ഷമായിരുന്നു. രേവതി തലേന്നത്തെ സംഭവത്തിൽ വല്ലാതെ വിഷമിച്ചിരിക്കുകയായിരുന്നു. സച്ചി അവളെ ആശ്വസിപ്പിക്കാൻ നോക്കുന്നുണ്ട് എങ്കിലും ചന്ദ്രമതിയുടെ കുത്തുവാക്കുകൾക്ക് കുറവൊന്നും ഉണ്ടായിരുന്നില്ല. ആ പൂക്കാരി കാരണം എൻ്റെ മരുമകൾക്ക് ഇന്നലെ രാത്രി ഉറങ്ങാൻ പോലും പറ്റിയിട്ടില്ല. ഓരോരോ അപശകുനങ്ങൾ എന്ന് ചന്ദ്രമതി ഉറക്കെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. എന്നാൽ രേവതിയുടെ ഉള്ളിൽ മറ്റൊരു ഭയമായിരുന്നു. ദേവു ആ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നത് ശ്രുതിക്ക് വലിയൊരു ഭീഷണിയായിരുന്നെന്ന് അവൾക്ക് മനസ്സിലായി. അതേസമയം ഹോസ്പിറ്റലിൽ ദേവു തൻ്റെ ഡ്യൂട്ടിക്കിടയിൽ അവിചാരിതമായി പഴയ ചില ഫയലുകളൊക്കെ പരിശോധിക്കുകയായിരുന്നു. പെട്ടെന്നാണ് ശ്രുതിയുടെ പേരിലുള്ള ഒരു ചാർട്ട് ഷീറ്റ് അവളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അത് തുറന്നു നോക്കിയ ദേവു ആകെ ഞെട്ടിപ്പോയി. ശ്രുതിക്ക് കുട്ടികളുണ്ടാവാൻ ചില തടസ്സങ്ങൾ ഉണ്ട് എന്നും എന്നാൽ അതിനേക്കാൾ ഗൗരവമായ മറ്റൊരു റിപ്പോർട്ട് ശ്രുതിയുടേതാണെന്നും അവൾക്ക് മനസ്സിലായി. ശ്രുതിക്ക് ചില ക്രോണിക് ആയിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ സ്വാഭാവികമായ രീതിയിൽ ഒരു കുഞ്ഞുണ്ടാവാൻ സാധ്യത കുറവാണ് എന്ന് ആ മെഡിക്കൽ റിപ്പോർട്ട് വ്യക്തമാക്കിയിരുന്നു. അതായത് ശ്രുതി ഗർഭിണിയാവാത്തതിന് കാരണം ശ്രുതിയുടെ ആരോഗ്യ പ്രശ്നങ്ങളായിരുന്നു. ഈ വിവരം പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ ശ്രുതിയുടെ ഈഗോ തകരുമെന്നും ശ്രുതി അത് എങ്ങനെ ഉൾക്കൊള്ളുമെന്നും ദേവു ആശങ്കപ്പെട്ടു. അവൾ ഉടനെ തന്നെ രേവതിയെ വിളിച്ച് കാര്യം പറഞ്ഞു. ചേച്ചി, ഇത് വലിയൊരു ചതിയാണ്. ശ്രുതിക്ക് ഈ കാര്യം നേരത്തെ തന്നെ അറിയാമായിരുന്നിട്ടും അയാൾ അത് ശ്രുതി ചേച്ചിയിൽ നിന്നും മറച്ചു വെക്കുകയാണ്. എന്നിട്ടാണ് ഇപ്പോൾ അയാൾ ശ്രുതി ചേച്ചിയെ കുറ്റപ്പെടുത്തുന്നത്. രേവതിക്കാണെങ്കിൽ ഇത് കേട്ടിട്ട് വിശ്വസിക്കാൻ പോലും ആയില്ല. സ്വന്തം കുഴപ്പം മറച്ചു പിടിക്കാൻ ഒരാളെ ഇത്രത്തോളം അപമാനിക്കാമോ എന്നവൾ ചിന്തിച്ചു. വൈകുന്നേരം എല്ലാവരും ഹാളിലിരിക്കുമ്പോൾ രേവതി ധൈര്യം സംഭരിച്ചുകൊണ്ട് തന്നെ ശ്രുതിയുടെ അടുത്തേക്ക് ചെന്നു. ചന്ദ്രമതി തടയാൻ നോക്കിയെങ്കിലും രേവതി പിന്മാറിയില്ല. ശ്രുതി, നിനക്ക് എന്നോട് ദേഷ്യം കാണും, പക്ഷേ നീ ഈ സത്യം അറിയണം. ദേവു അയച്ചു കൊടുത്ത ആ റിപ്പോർട്ടിൻ്റെ കോപ്പി രേവതി ശ്രുതിക്ക് നേരെ നീട്ടി. അത് വായിച്ച് ശ്രുതിയുടെ കൈകളൊക്കെ വിറക്കുന്നുണ്ടായിരുന്നു. അവൾ കത്തുന്ന കണ്ണുകളോടെ ശ്രുതിയെ നോക്കി. ശ്രുതി ആകെ വിയർത്ത് കുളിച്ച് നിൽക്കുകയായിരുന്നു. ശ്രുതി, നീ ഇത്രത്തോളം ചീപ്പായിരുന്നോ? നിനക്ക് കുഴപ്പമുണ്ടെന്നറിഞ്ഞിട്ടും നീ എന്നെ ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞു എന്നെ അപമാനിച്ചു. എൻ്റെ സ്വഭാവത്തെ വരെ നീ സംശയിച്ചു. എന്തിനായിരുന്നു ശ്രുതി ഈ നാടകമൊക്കെ? ശ്രുതിയുടെ നിലവിളി കേട്ട് രവീന്ദ്രനും സച്ചിയും ആകെ സ്തംഭിച്ചു നിന്നുപോയി. ചന്ദ്രമതിക്കാണെങ്കിൽ എന്തു പറയണമെന്നറിയാതെ വാ പൊളിച്ചു നിൽക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. ശ്രുതിയുടെ കള്ളത്തരം വെളിച്ചത്തായതോടുകൂടി തന്നെ അവൻ്റെ ആ ഒരു ഗർവ് പാടെ അങ്ങ് തകർന്നു. തൻ്റെ തെറ്റുകൾക്ക് മാപ്പില്ലെന്ന് മനസ്സിലാക്കിയ ശ്രുതി തല താഴ്ത്തി നിന്നു. രേവതിയുടെ സത്യസന്ധതയ്ക്ക് മുന്നിൽ ചന്ദ്രമതിയുടെ ക്രൂരതകൾക്ക് അവിടെ അന്ന് തന്നെ വിരാമമായി. കുടുംബത്തിൽ സത്യം ജയിച്ചുവെങ്കിലും തകർന്നുപോയ വിശ്വാസങ്ങൾക്കിടയിൽ ശ്രുതി തൻ്റെ പഴയ ജീവിതം എവിടെ തുടങ്ങണമെന്ന ആലോചനയിൽ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.